നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. മദ്യനയത്തിലെ UDF ആക്രമണത്തിന്റെ മുനയൊടിക്കാൻ CPIM. അധികാരത്തിൽ വന്നാൽ ബാറുകൾ തുറക്കില്ല എന്ന് യെച്ചൂരി. ഉമ്മൻചാണ്ടി നുണ പ്രചരിപ്പിക്കുന്നുവെന്ന് VS. ബാർ തുറക്കുമോ എന്ന് മുൻകൂട്ടി പറയാനാകില്ലെന്ന് കാനം രാജേന്ദ്രൻ റിപ്പോർട്ടറോട്. ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പ്രഖ്യാപിച്ച് പോകേണ്ട കാര്യമില്ല. ഈ ചാരായം നിരോധിച്ചിട്ട് ആന്റണി ജയിച്ചില്ലല്ലോ. അതുകൊണ്ട് മദ്യത്തിനെ പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്തണ്ട. ഞങ്ങൾക്ക് അതിലൊരു ഭയവും ഇല്ല. ഇനിയും വ്യക്തത വേണമെന്ന് KCBC. ബാർ കോഴക്കേസിൽ വീണ്ടും ആഘാതമേറ്റ് KM മാണി. വിജിലൻസ് കോടതി നടപടിക്ക് സ്റ്റേ ഇല്ല. R സുകേഷിനെതിരായ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ ഹൈക്കോടതിക്ക് അതൃപ്തി. തിരിച്ചടിയല്ലെന്ന് മാണി. കത്ത് വിവാദത്തിൽ സരിതയ്ക്കെതിരെ മുഖ്യമന്ത്രിയുടെ മാനനഷ്ട കേസ്. കേരളത്തിൽ കരിമണൽ ഖനനത്തിന് സ്വകാര്യ പങ്കാളിത്തമുള്ള കമ്പനികൾക്കും സുപ്രീം കോടതിയുടെ അനുമതി. എവിടെയൊക്കെ അനുവദിക്കണമെന്ന് സർക്കാരിന് തീരുമാനിക്കാം. ഭൂരിപക്ഷ വിധിയോട് വിയോജിച്ച് ജസ്റ്റിസ് ഭാനുമതി. നയപരമായ കാര്യങ്ങളിൽ കോടതി ഇടപെടരുത്. UDF സ്ഥാനാർത്ഥി പട്ടിക നാളെയോടെ വ്യക്തമാകും. ഒറ്റപ്പാലത്ത് ഷാനിമോളും കൈപ്പമംഗലത്ത് ശോഭാ സുബിനും. INTUCയെ അനുനയിപ്പിക്കാൻ ദ്രുത നീക്കം. വടകരയും എലത്തൂരും ഒഴിച്ചിട്ട് JDU സ്ഥാനാർത്ഥി പട്ടിക. നേമത്ത് സുരേന്ദ്രൻ പിള്ള. BJP മൂന്നാം ഘട്ട പട്ടിക പുറത്തിറക്കി. കള്ളപ്പണക്കാരുടെ പനാമ രേഖകളിൽ മറ്റൊരു മലയാളി കൂടി. രഹസ്യ നിക്ഷേപമുള്ളത് തിരുവനന്തപുരം സ്വദേശി ഭാസ്കരൻ നായർക്ക്. കള്ളപ്പണക്കാർക്കെതിരെ കർശന നടപടിയെന്ന് അരുൺ ജെയ്റ്റ്ലി. UDFിന്റെ പ്രചാരണ തന്ത്രം പൊളിക്കാൻ മദ്യനയത്തിൽ കൂടുതൽ വ്യക്തത വരുത്തി CPIM നേതൃത്വം. LDF അധികാരത്തിൽ വന്നാലും ബാറുകൾ തുറക്കില്ല എന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. ബാറുകളുടെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി കള്ളം പ്രചരിപ്പിക്കുന്നുവെന്ന് VS അച്യുതാനന്ദൻ ആരോപിച്ചു. എന്നാൽ ജനരോഷം ഭയന്നാണ് CPIMന്റെ പിന്മടക്കമെന്ന് KPCC പ്രതികരിച്ചു. മദ്യനിരോധനത്തിനു പകരം മദ്യവർജനത്തിന് ഊന്നൽ നൽകി പ്രകടന പത്രിക തയ്യാറാക്കിയതിനു പിന്നാലെയാണ് UDF നേതാക്കൾ മദ്യനയം ആയുധമാക്കി LDFനെ ആക്രമിക്കാൻ തുടങ്ങിയത്. ഇതിന് തടയിടുക എന്ന പ്രതിരോധ തന്ത്രത്തിന്റെ ഭാഗമായാണ് ബാറുകൾ തുറക്കുന്നത് സംബന്ധിച്ച നിലപാട് CPIM കേന്ദ്ര നേതൃത്വം തന്നെ വ്യക്തമാക്കിയത്. നിലവിലുള്ള സർക്കാർ എടുത്ത തീരുമാനങ്ങളിൽ മാറ്റം വരുത്തില്ല എന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അറിയിച്ചു. മദ്യ ഉപഭോഗം കുറയ്ക്കാനുള്ള നടപടികൾ അടുത്ത LDF സർക്കാർ സ്വീകരിക്കുമെന്നും സീതാറാം യെച്ചൂരി ദില്ലിയിൽ പറഞ്ഞു. There is no reversal of the decisions already taken by the Kerala government, UDF or LDF. It's a government decision already taken. Those decisions will not be reversed. That the Kerala party secretary has already made it very clear. LDF വന്നാൽ ബാറുകൾ തുറക്കുമെന്നത് ഉമ്മൻചാണ്ടിയുടെ കള്ളപ്രചാരണം മാത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും വ്യക്തമാക്കി. നെറികെട്ട ഒട്ടേറെ കള്ളപ്രചരണങ്ങൾ നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്നയാളാണ് ഉമ്മൻചാണ്ടി. അതുകൊണ്ട് ആ കള്ളപ്രചരണങ്ങളിൽ നിന്നും നിങ്ങൾ കുടുങ്ങുമെന്ന് ഞാൻ കരുതുന്നില്ല. അതേസമയം ജനരോഷം ഭയന്നാണ് CPIM കേന്ദ്ര നേതൃത്വം ഇപ്പോൾ ഇത്തരത്തിൽ നിലപാട് സ്വീകരിക്കുന്നതെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. മദ്യലോബിക്കുള്ള വക്കാലത്തുമായി നിലകൊള്ളുന്ന CPIM സംസ്ഥാന നേതൃത്വം ഇനിയെങ്കിലും ഇക്കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നും VM സുധീരൻ പറഞ്ഞു. അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് നിലപാടിനെ തുടർന്നെങ്കിലും സംസ്ഥാനത്തെ മദ്യലോബിക്ക് വേണ്ടി നിലകൊള്ളുന്ന അവരുടെ നിലപാട് അതിൽ നിന്നും അവർ പിന്തിരിയാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. എന്നാൽ LDFന്റെ മദ്യനയത്തിൽ ബോധപൂർവം സൃഷ്ടിച്ച അവ്യക്തത ബാക്കിയാണെന്ന് KCBC പ്രതികരിച്ചു. മദ്യലോബിയെ സഹായിക്കാനും നിലവിലെ മദ്യനയം അട്ടിമറിക്കാനുമാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും KCBC സംശയം പ്രകടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. LDF വന്നാൽ പൂട്ടിയ ബാറുകൾ തുറക്കുമോ എന്ന് മുൻകൂട്ടി പറയുന്നില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ജനങ്ങൾക്ക് LDFനെ വിശ്വസിക്കാം. ഘട്ടം ഘട്ടമായി മദ്യലഭ്യത കുറയ്ക്കുന്ന തരത്തിൽ ശാസ്ത്രീയമായ പുതിയ നയം LDF രൂപീകരിക്കുമെന്ന് കാനം റിപ്പോർട്ടറിന്റെ ക്ലോസ് എൻകൗണ്ടറിൽ പറഞ്ഞു. UDFന്റെ മദ്യനയം തുടരില്ലെന്ന് വ്യക്തമാക്കിയ കാനം രാജേന്ദ്രൻ ഈ സർക്കാരിന്റെ നയം കൊണ്ട് മദ്യ ഉപഭോഗം കൂടുകയാണുണ്ടായതെന്ന് ചൂണ്ടിക്കാട്ടി. മദ്യനിരോധനം ലോകത്തെവിടെയും വിജയിച്ചിട്ടില്ല. നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനങ്ങൾ അത് പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഘട്ടം ഘട്ടമായി മദ്യലഭ്യത കുറച്ചുകൊണ്ടുവരാൻ ഉദ്ദേശിച്ചുള്ളതാകും LDFന്റെ നയം. UDFന്റെ നയം തുടരുകയില്ല. കേരളത്തിൻ്റെ മദ്യലഭ്യത ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരിക എന്നത് തന്നെയാണ് LDFന്റെയും നയം. മദ്യനിരോധനം എന്നത് പ്രായോഗികമല്ലാത്ത കാര്യമാണ്. ഗുജറാത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന മദ്യനിരോധനം ഇപ്പോൾ ജില്ലയായിട്ട് പിൻവലിച്ചുകൊണ്ടിരിക്കുക. പൂട്ടിയ ബാറുകൾ തുറക്കുമോ എന്ന് മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിന് പോകാനില്ല. ജനങ്ങൾ LDFനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ശാസ്ത്രീയമായ പുതിയ നയം ആവിഷ്കരിക്കുകയാണ് LDF ചെയ്യുക. കാനം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പ്രഖ്യാപിച്ച് പോകേണ്ട കാര്യമില്ല. ഈ ചാരായം നിരോധിച്ചിട്ട് ആന്റണി ജയിച്ചില്ലല്ലോ.
അതുകൊണ്ട് മദ്യത്തിനെ പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്തണ്ട, ഞങ്ങൾക്ക് അതിലൊരു ഭയവും ഇല്ല. LDFന്റെ മദ്യനയം വ്യാജമദ്യം തടയാനും കഞ്ചാവ് അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങളെ പ്രതിരോധിക്കാനും ഉദ്ദേശിച്ചുള്ളതാകുമെന്ന് കാനം ക്ലോസ് എൻകൗണ്ടറിൽ വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ചർച്ചയിൽ എ സമ്പത്ത് MP CPIM, ഫാദർ ജിമ്മി പൂച്ചക്കാട്ട് KCBC, ശ്രീമതി സാറ ജോസഫ് സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയും, ഡീൻ കുര്യാക്കോസ് കോൺഗ്രസ്, ഒപ്പം ബാറുടമ ബിനോയ് ടെലിഫോൺ ലൈനിലും. ശ്രീ എ സമ്പത്ത്, മദ്യനയം സംബന്ധിച്ച് മുൻ സർക്കാർ, ഇപ്പോഴത്തെ സർക്കാർ എടുത്തിട്ടുള്ള നടപടികളൊന്നും LDF സർക്കാർ വരികയാണെങ്കിൽ മാറ്റില്ല എന്ന് സീതാറാം യെച്ചൂരി അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നതോടെ സർക്കാരിൻ്റെ മദ്യനയത്തിന് 100-ൽ 100 മാർക്ക് കൊടുക്കുകയല്ലേ? കേരളത്തിലെ UDF സർക്കാരിന് എന്തിലാണ് നയമുള്ളത്? കേരളത്തിലെ UDF സർക്കാരിന് ഒരു മദ്യനയം ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? ഇവിടെ ചില നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. അത് മദ്യ ഉപഭോഗം കുറയ്ക്കും എങ്കിൽ ഞങ്ങൾ ആ നടപടികൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഞങ്ങൾ ഒരിക്കലും വിഘാതമല്ല. പക്ഷേ ഇവിടെ മദ്യത്തിൻ്റെ ഉപഭോഗം കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, മദ്യത്തിൻ്റെ ഉപഭോഗം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 1537 കോടി രൂപയുടെ മദ്യവിൽപ്പന, മദ്യത്തിൻ്റെ ഉപഭോഗം അപ്പോൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. മറ്റൊരു കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ബാറുകൾ പൂട്ടി എന്നാണ് നമ്മൾ പറയുന്നത്. ബാറ് എന്ന് എഴുതി വെച്ചിരുന്ന 3 അക്ഷരത്തിന് പകരം ബിയർ എന്ന 4 അക്ഷരവും വൈൻ എന്ന 4 അക്ഷരവും എഴുതി അവിടെ ഇത് നല്ല ലഹരി കൂട്ടി ചില കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഈ പേരിലൊക്കെ നൽകുകയും പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ എന്ന്, അപ്പോൾ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലാണ് എങ്കിൽ ബാർ ആകാം എന്നുള്ള നിലയിലും ആണ് എങ്കിൽ ഇത് വാസ്തവത്തിൽ UDFന്റെ പേരിൽ വാസ്തവത്തിൽ തലപ്പത്തുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തമ്മിൽ നടത്തിയ ഒരു ചക്രത്തി പോരാട്ടമാണ്. ഒരു കാര്യം ഞാൻ ഈ ചർച്ചയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധാനം ചെയ്ത് ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. ഒരു പാർട്ടിയുടെ ഭരണഘടന ഞാൻ വായിക്കാം, അതുകൂടി കേട്ടിട്ട് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഇന്ന് നടത്തിയ പ്രസ്താവനയെ വിമർശിക്കാനായി ദയവായി മുന്നോട്ട് വരണം. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണഘടനയാണ്, പറയാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ. ആർട്ടിക്കിൾ 19 ഖണ്ഡിക 10, party members found to be strike breakers, drunkards, moral degenerators, betrayers of party confidence, guilty of grave financial corruption can be summarily suspended from party membership and removed from all responsible positions in the party by the party unit to which he belongs or by a higher party body pending the issue of the charge sheet to him and getting his explanation. ഇങ്ങനെ ഒരു പാർട്ടിയുടെ ഭരണഘടനയിൽ എഴുതി ചേർക്കാനായി ഇപ്പോൾ സീതാറാം യെച്ചൂരി പറഞ്ഞ കാര്യം നടപടികളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം നയത്തിലേക്ക് എത്തി. ഇല്ലാത്ത നയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഇരുട്ട് മുറിയിൽ ഇല്ലാത്ത കറുത്ത പൂച്ചയെ അന്ധന്മാർ തപ്പുന്നത് പോലെ തപ്പാം. ശരി, ശ്രീ എ സമ്പത്ത്, ഈ വിമർശനങ്ങൾ CPIM ഉന്നയിക്കുമ്പോൾ സീതാറാം യെച്ചൂരിക്ക് ഈ കാര്യങ്ങൾ പറയേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? വളരെ ഫലപ്രദമായി തെരഞ്ഞെടുപ്പ് രംഗത്തെ മുഖ്യ അജണ്ടയായി ഈ മദ്യനിരോധനത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞു. പ്രചരണ രംഗത്ത് ഇതാണ് മുഖ്യ അജണ്ട എന്ന് മനസ്സിലാക്കുമ്പോൾ CPIMന്റെ ജനറൽ സെക്രട്ടറിക്ക് ഈ സർക്കാർ എടുത്ത ഒരു നയവും ഒരു റിവേഴ്സലും ഉണ്ടാകില്ല എന്ന് പറയേണ്ടി വന്ന സാഹചര്യം നോക്കൂ. അതേക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. പാർട്ടിയുടെ മദ്യപാനികളെ സംബന്ധിച്ചുള്ള നിലപാടിലല്ല തർക്കം. CPIMന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ അത് സംബന്ധിച്ച് ഒരു നയമുണ്ടാവണം. ഇവിടെ ഒരു നയത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഗവൺമെൻറ്, നിലവിലൊരു ഗവൺമെൻറ് ഇല്ലാതെ, ഗവൺമെൻറ്റിൻ്റെ അങ്ങനെ നയിക്കുന്ന ഒരു മുന്നണി, അങ്ങനെ ഒരു പാർട്ടി ഇല്ലാതെ പ്രിമച്വറായി അത്തരം ഒരു കാര്യത്തെ സംബന്ധിച്ച് പറയാം. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾക്ക് പറയാം. പ്രകടന പത്രികയിൽ LDF പറയുന്നതും LDFന്റെ ഗവൺമെൻറ് ആ നയം രൂപീകരിക്കണമെങ്കിൽ അത് സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടാവണം, അത് സംബന്ധിച്ചുള്ള പഠനങ്ങൾ ഉണ്ടാവണം. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ളതിൽ ഇന്ന് സീതാറാം യെച്ചൂരി മാത്രമല്ല പറഞ്ഞത്. ഇവിടെ കേരളത്തിൽ 2 നേതാക്കന്മാർ തമ്മിലുണ്ടായ ചക്കളത്തി പോരാട്ടം. ഒന്ന് കോൺഗ്രസിന്റെ സംഘടനാ നേതൃത്വം, KPCCയുടെ പ്രസിഡന്റ്, മറ്റൊന്ന് UDFനെ തന്നെ നയിക്കുന്നതായിട്ടുള്ള മുഖ്യമന്ത്രി. ഇവർ നമുക്കിപ്പോൾ സമയ ചുരുക്കം കൊണ്ട് ഇതിന്റെ തീർച്ചയായും നാൾവഴികൾ നമ്മുടെ മുൻപിലുണ്ട്. ശ്രീ എ സമ്പത്ത്, ശരിയാണ്, നിങ്ങൾ പറയുന്നു കോൺഗ്രസിലെ ചക്കളത്തിപ്പോരിന്റെ ഭാഗമായി രൂപം കൊണ്ട തീരുമാനങ്ങളാണിവ എന്ന്. പക്ഷേ ആ തീരുമാനം ഇനി വരുന്ന LDF സർക്കാർ തുടരും എന്ന് സീതാറാം യെച്ചൂരിക്ക് പറയേണ്ടി വന്നിരിക്കുന്നു. കേരളത്തിലെ ഒരു നേതാവും
വ്യക്തതയോടുകൂടി അടുത്ത സർക്കാർ വന്നാൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിരുന്നില്ല. മദ്യനിരോധനമല്ല മദ്യവർജനമാണ് ഞങ്ങളുടെ നയം, മദ്യലഭ്യത കുറയ്ക്കും തുടങ്ങിയവയൊക്കെ ഒരു വേഗമായിട്ടുള്ള പറച്ചിലായേ കാണാൻ കഴിയൂ. പക്ഷേ ഇവിടെ ഖണ്ഡിതമായി സീതാറാം യെച്ചൂരി പറയുന്നു, when the LDF government is formed, it will not reverse any decision already taken by the present government. ഈ ഗവൺമെന്റ് എടുത്ത ഒരു തീരുമാനവും ഇനി ഒരു LDF സർക്കാർ വന്നാൽ മാറ്റില്ല എന്ന് CPIMന്റെ ജനറൽ സെക്രട്ടറിക്ക് വ്യക്തമായി ഖണ്ഡിതമായി പറയേണ്ടി വന്നിരിക്കുന്നു. അതെ, CPIMന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞ കാര്യം നേരത്തെ സഖാവ് പിണറായി വിജയൻ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്. സഖാവ് സീതാറാം യെച്ചൂരി ഇപ്പോൾ പറഞ്ഞ കാര്യവും സഖാവ് പിണറായി വിജയൻ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യവും തമ്മിൽ യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും ഇല്ല. ഇപ്പോൾ സഖാവ് സീതാറാം ഇംഗ്ലീഷിൽ പറഞ്ഞു, സഖാവ് പിണറായി വിജയൻ മാസങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇവിടെ ക്ലിപ്പിംഗ് ഉണ്ടാവുമല്ലോ, ആ ക്ലിപ്പിംഗുകൾ നിങ്ങളെടുത്ത് പരിശോധിക്കൂ. മദ്യത്തിൻ്റെതായിട്ടുള്ള ഇവിടെ ഗവൺമെന്റ് ആളുകളെ ക്യൂ നിന്ന് വെയിലത്ത് നിന്ന് മഴയത്ത് നിന്ന് ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി ഇത്തരം കാര്യങ്ങൾ ഗവൺമെന്റ് തന്നെ മദ്യക്കച്ചവടം നടത്തുകയാണ്. ഗവൺമെന്റ് തന്നെ സമ്മതിക്കുകയാണ് 1537 കോടി രൂപയുടെ മദ്യ ഉപഭോഗം ഇപ്പോൾ ശ്രീ ബിനോയ് ബാറുടമ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ബിനോയ്, ഇവിടെ LDF വരും, എല്ലാം ശരിയാകും എന്ന് ഏറ്റവും ആത്മാർത്ഥമായി കേരളത്തിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ബാർ മുതലാളിമാരായിരിക്കും. നിങ്ങളുടെ ആ പ്രതീക്ഷ അസ്തമിക്കുകയാണോ? ഞാൻ എല്ലാ ചർച്ചയിലും വരുമ്പോൾ ഞാൻ എന്നും പറയാറുള്ള ഒരു കാര്യമാണ്, ഇത് ഏത് ഗവൺമെന്റ് വന്നാലും ഈ നയത്തിന്റെ കാര്യങ്ങൾ പഠിച്ച് തിരുത്തേണ്ടി വരും. അത് LDF ആണേലും UDF ആണേലും ശരി, ഈ വികലമായ നയം കേരളത്തിന്റെ ഭൂഘടനയും ഭൂമിശാസ്ത്രവും ഇവിടുത്തെ ആളുകളുടെ ജീവിത ശൈലി എല്ലാം പ്രമാണിച്ച് അതൊക്കെ കണക്കിലെടുത്ത് തിരുത്തേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാ. അല്ല, ഇപ്പോൾ തിരുത്തില്ല എന്നാണ് പറയുന്നത്. ഒരു പ്രതീക്ഷയില്ല. ഏത് ഗവൺമെന്റ് വന്നാലും അത് ഗവൺമെന്റ് തമ്മിലുള്ള ഈ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ഇതിനൊരു ചലനം വരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അത് അങ്ങനെ ഒരു ചിന്ത നമ്മൾ അന്ധന്മാരല്ലേ. പക്ഷെ എനിക്കൊരു കാര്യം കൃത്യമായി പറയാനുള്ളത്, ഇത് ഈ മദ്യനയം വെച്ച് ഒരു മുന്നണിക്കും ഒരു മൈലേജും കിട്ടാൻ പോകുന്നില്ല. ഇത് LDF ആണെങ്കിലും ശരി UDF ആണെങ്കിലും ശരി, ഇതൊക്കെ പഠനങ്ങൾ കൊണ്ട് നമ്മൾ പഠിച്ചതല്ലേ. AK ആന്റണി മദ്യനയത്തെ തൊട്ടിട്ട് എന്ത് കിട്ടി? ഒരു ചുക്കും കിട്ടില്ല. പുള്ളി പോയ വഴി ആ പുല്ല് പോലും കിടത്തില്ല. അതുപോലെ LDF ആണെങ്കിലും ശരി UDF ആണെങ്കിലും ശരി, കാലാകാലങ്ങളിൽ ഈ മദ്യനയം ആളുകളിൽ അടിച്ചേൽപ്പിച്ച് ഒന്നും നേടാനില്ല. ശരി, അങ്ങനെയാണ് താങ്കൾ കാണുക. ഫാദർ ജിമ്മി പൂച്ചക്കാട്ട്, ഇവിടെ KCBC ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ ഈ ബാറുകൾ തുറന്നു കൊടുക്കും എന്ന ഇടതു മുന്നണിയുടെ ഒരു നേതാവും ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. ഈ സർക്കാർ എടുത്തിട്ടുള്ള ഏതെങ്കിലും നടപടികൾ പിൻവലിക്കുകയാണെന്ന് പറഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ CPIMന്റെ ജനറൽ സെക്രട്ടറി തന്നെ പൂർണ്ണമായി വ്യക്തത വരുത്തിയിരിക്കുന്നു. ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള ഒരു നടപടിയും ഒരു തരത്തിലും മാറ്റില്ല എന്ന്. അത് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട്, അത് അംഗീകരിച്ചുകൊണ്ടുള്ള സമീപനം നിങ്ങൾ എടുക്കുമോ? തീർച്ചയായിട്ടും ആരെയും വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമൊന്നും ഇവിടെ ഇല്ലല്ലോ. കാരണം ഇതൊരു സഭയുടെ മാത്രമായിട്ടുള്ളൊരു പ്രശ്നമൊന്നുമല്ല. സഭ എല്ലാ കാലത്തും ഇടപെടുന്ന ഒരു സാമൂഹ്യ പ്രശ്നമാണിത്. ഈ സാമൂഹ്യ പ്രശ്നത്തിനാണ് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ നമുക്കിത് വലിയൊരു ചർച്ചയായിട്ട് വരുന്നത് ഒരു ഇലക്ഷനോടനുബന്ധിച്ചായിരിക്കും. പക്ഷേ സഭയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇലക്ഷന്റെ സമയത്തുള്ള ഒരു ചർച്ചയല്ല, മറിച്ച് ഇത് ഏത് സമയത്തും നമ്മുടെ ഈ നാട്ടിലെ ഒരു വലിയ സാമൂഹ്യ തിന്മ എന്നുള്ള നിലയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുകയും അതിനെതിരെ നമ്മൾ പോരാടുകയുമാണ്. അങ്ങനെ ഒരു അവസരത്തിൽ നമ്മൾ പറയുന്നത്, ഇലക്ഷനെ മുന്നിടുന്ന മുന്നണികൾ തീർച്ചയായിട്ടും അവർക്ക് കൃത്യത വേണം, ഒരു വ്യക്തത വേണം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അല്പം വ്യക്തതയോടുകൂടിയാണ് ഇന്ന് LDFന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി തന്നെ അതിനൊരു വിശദീകരണം നൽകിയിരിക്കുന്നത്. അല്ല, അത് തൃപ്തികരമാണോ എന്നാണ് ഫാദർ ഞാൻ ചോദിക്കുന്നത്. കാരണം UDF ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിഷയമായി ഉന്നയിക്കുക ഈ മദ്യനയത്തെയാണ്. ആ ഘട്ടത്തിൽ LDFന്റെ നിലപാട് ഇതാണ് എന്ന് CPIMന്റെ ജനറൽ സെക്രട്ടറി വിശദീകരിക്കുമ്പോൾ ഇവിടെ UDFന് അതിലൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ കഴിയാത്ത വിധത്തിൽ ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാം ഇക്കാര്യത്തിൽ ഈ നയത്തിൽ ഒരു മാറ്റം ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നു. ഫാദർ, എന്നോടാണോ? അതെ അതെ അതെ. ചോദ്യം ഒന്ന് ആവർത്തിക്കാവോ പ്ലീസ്? ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടമായതുകൊണ്ട് തന്നെ ഇതിനെ
രാഷ്ട്രീയമായി ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാക്കുക എന്നുള്ളതാണ് UDFിൻ്റെ പദ്ധതി. മുഖ്യമന്ത്രിയും VM സുധീരനും അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ഘട്ടത്തിൽ മറുവശത്തുള്ള മുന്നണി ഞങ്ങളുടെ നയം ഇതാണ് എന്ന് വിശദീകരിക്കുമ്പോൾ, ബാറുകൾ തുറക്കില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുമ്പോൾ, ഇതുമായി ബന്ധപ്പെട്ട് ഒരു മുന്നണിക്ക് മുതലെടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ വോട്ടാക്കി മാറ്റാൻ കഴിയുന്ന സാഹചര്യം ഇനി ഉണ്ടാകുമോ? അതിന് അനുഗുണമായ സമീപനം സഭയടക്കമുള്ള മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഞാനൊരു കാര്യം വളരെ വ്യക്തതയോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ ഡീൻ കുര്യാക്കോസ്, ബഹുമാന്യനായ ഡീൻ കുര്യാക്കോസ് ഇവിടെയുണ്ട്, ബിനോയ് വിശ്വം എല്ലാവരും ആദരിക്കുന്ന ഒരു നേതാവാണ്. പക്ഷേ സഭയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഒരു കക്ഷിക്കും വേണ്ടിയല്ല ഒരു മദ്യനിരോധനം എന്നുള്ള പ്രശ്നം ഇവിടെ അവതരിപ്പിക്കുന്നത് എന്ന് കൃത്യതയോടെ അറിയണം. LDFിന്റെ മദ്യനയം അല്പം തെറ്റാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വരണമെന്ന് പറയുമ്പോൾ ഉടനെ ഞങ്ങൾ UDFിന് വേണ്ടി ആണ് സംസാരിക്കുന്നതെന്നോ, UDFിന്റെ ബിയർ പാർലറുകളെ പറ്റിയോ അല്ലെങ്കിൽ അതൊക്കെ കുറയ്ക്കണമെന്ന് പറയുമ്പോൾ LDFിന് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്നോ അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള ചിന്താഗതികളും ഇതിനകത്ത് ഉണ്ടാകാൻ പാടില്ല. കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി നിന്നുകൊണ്ട് നമ്മുടെ നാടിൻ്റെ ഒരു പ്രശ്നമായി ഇതിനെ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെ പോകുമ്പോൾ ഈ രാഷ്ട്രീയ മുന്നണികളെല്ലാം ഇലക്ഷനെ അഭിമുഖീകരിക്കുകയാണ്. അങ്ങനെ അഭിമുഖീകരിക്കുമ്പോൾ ഇവിടുത്തെ മദ്യം മാത്രമല്ല, ഇപ്പൊ നമ്മളിത് മദ്യത്തിന്റെ ഒരു റഫറൻഡൊന്നും അല്ലല്ലോ നടത്തുന്നത്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. തീർച്ചയായും ഉണ്ട്. അത് വളരെ പ്രസക്തമായ ഒരു ലൈനായിട്ട് ഞാൻ കരുതുന്നു. ശ്രീമതി സാറ ജോസഫ്, ഇവിടെ മദ്യനിരോധനത്തിന്റെ റഫറണ്ടമാണ് നടക്കുന്നത് എന്ന മട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ഈ ഘട്ടത്തിൽ കേന്ദ്രീകരിക്കാൻ UDFിന് വിജയകരമായി കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, മറ്റ് വിഷയങ്ങളെ അപ്രസക്തമാക്കുന്ന വിധത്തിൽ ഈ വിഷയം ഉന്നയിക്കുന്നു. ഒപ്പം മറ്റ് ഉയർന്നിട്ടുള്ള പ്രമാദമായ വിവാദങ്ങൾ, ഒന്ന് ബാർ കോഴക്കേസ്, രണ്ട് സോളാർ വിവാദം, ഇവ രണ്ടും മദ്യനിരോധനം നടപ്പാക്കിയതിന് കൊടുക്കേണ്ടി വന്ന വിലയാണ് എന്നുകൂടി ഭരണപക്ഷം ക്യാമ്പയിൻ ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണിപ്പോൾ CPIM ഈ വ്യക്തത വരുത്തൽ നടത്തിയിരിക്കുന്നത്. മദ്യനയം എന്നുള്ള ഒറ്റ കാര്യത്തിലേക്ക് തെരഞ്ഞെടുപ്പ് അജണ്ട ചുരുക്കാനുള്ള ശ്രമം വിജയിക്കുമോ? മദ്യനയം എന്ന ഒരു കാര്യത്തിലേക്ക് തെരഞ്ഞെടുപ്പ് അജണ്ടയെ ചുരുക്കാൻ അത്ര എളുപ്പമല്ല. കാരണം എന്താ അറിയും, ഇപ്പൊ ഈ പറയുന്ന UDF ഉണ്ടാക്കിയ നേട്ടം എന്ന് പറയുന്നത് സ്ത്രീകൾ സംസാരിക്കട്ടെ. സ്ത്രീകൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ബാറുകൾ കുറേ അധികം നിർത്തിയത് കൊണ്ട് ലഭ്യത കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ എന്നൊക്കെ ഇവർ വിലയിരുത്തുന്നുണ്ട്, കണക്കുകൾ സംസാരിക്കുന്നു. പക്ഷേ ഇവിടുത്തെ സ്ത്രീകളുടെ കുട്ടികളുടെ അഭിപ്രായത്തിൽ കുറച്ച് ആശ്വാസമുണ്ട്. ഇതാണ് അവർ ഉപയോഗിക്കുന്ന വാക്ക്, കുറച്ച് ആശ്വാസമുണ്ട് ബാറുകൾ അടച്ചിട്ടുകൊണ്ട്. ഇത് മദ്യത്തിൻ്റെ ഉപഭോഗത്തിൽ സ്ത്രീകൾ, ഇരകളായിരുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു ആശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. ഈ ആശ്വാസത്തിൻ്റെ പ്രശ്നത്തെ അമൂർത്തമാക്കരുത്, ഞാനതാ പറയുന്നത്. ഇപ്പോൾ യെച്ചൂരി വളരെ കറക്റ്റായിട്ട് പറഞ്ഞു, ഈ ബാറുകൾ, പൂട്ടിയ ബാറുകളൊന്നും തുറക്കില്ല. ഇതൊരു വാക്കാണെങ്കിൽ, ഇതിനി ചെയ്യുന്നില്ല എങ്കിൽ അത് തന്നെയാണ് നടപ്പാക്കേണ്ടത്. പക്ഷേ അതിൻ്റെ പിന്നാലെ വരുന്നത് മദ്യം നിരോധനമല്ല, മദ്യവർജനമാണ്. ഇതൊന്നും നമുക്ക് വരമ്പുകളായിട്ട് വേർതിരിക്കാൻ പറ്റില്ല. മദ്യവർജനം എങ്ങനെ നടപ്പാക്കും, അത് അമൂർത്താണ്, ആ ആശയം തന്നെ അമൂർത്താണ്. പക്ഷെ ഇത് പറയണം, ഇവിടെ സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, സമൂഹത്തിന്, സാമൂഹ്യ ജീവിതത്തിന് കുറച്ചൊരു ആശ്വാസം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ ആശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയായിരിക്കണം ശ്രമിക്കേണ്ടത്. നമുക്കറിയാം, ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത് അജണ്ടയായിട്ട് വരുന്നത് എങ്ങനെയാ? ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മദ്യമുതലാളിമാരിൽ നിന്ന്, ബാറുടമകളിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് ഫണ്ട് കളക്ട് ചെയ്യേണ്ടത്. അത് കളക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ പെട്ടുപോയിട്ടുണ്ട് UDF. കാരണം ബാറുടമകളുമായിട്ട് അവരുണ്ടാക്കിയിട്ടുള്ള വലിയ പ്രശ്നം. പക്ഷെ അതൊന്നും തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ഒരു വിഷയമല്ല. ബാറുടമകൾക്ക് ഉറപ്പ് കൊടുക്കണം, ഞങ്ങൾ വന്നാൽ ഇതൊക്കെ ശരിയാക്കാം എന്നുള്ളത്. അത് LDFും കൊടുക്കേണ്ടി വരും, UDFും കൊടുക്കേണ്ടി വരും. ഈ രണ്ടു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ഫണ്ടിന്റെ ഏറ്റവും വലിയ സോഴ്സാണ് ബാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു നയം ഉണ്ടാക്കുന്നതിൽ ഇവർ വളരെയധികം കളവുകളും ഒളിവുകളും ഉണ്ടാവും. അതാണ് അക്കാര്യത്തിൽ താങ്കൾ വിമർശനാത്മകമായി കാണുന്നത്. ഇതുവരെ പറയാത്ത കാര്യം, മദ്യനയത്തിന്റെ മേനി പറഞ്ഞാണല്ലോ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുന്നത്. സംസ്ഥാനത്ത് ഇന്നും 29 പഞ്ചനക്ഷത്ര ബാറുകൾ തുറന്നിരിക്കുന്നുണ്ട്. 813 ബിയർ ആൻഡ് വൈൻ പാർലറുകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. 268 ബെവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളുണ്ട്. 38 കൺസ്യൂമർ ഫെഡ് ഷോപ്പുകളുണ്ട്. 33 ക്ലബ്ബുകൾക്ക് മദ്യം വിളമ്പാനുള്ള ലൈസൻസ് ഉണ്ട്.
ഇതാണ് കൊട്ടിഘോഷിക്കുന്ന മദ്യനയം. അപ്പോൾ മദ്യലഭ്യത കുറച്ചു എന്ന കണക്ക് തെറ്റാണ് എന്ന് നേരത്തെ ശ്രീ എ സമ്പത്ത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇതിൽ മേനി പറയാൻ ജനങ്ങൾ, വനിതകൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയാൻ എന്താണുള്ളത്? അല്ല അഭിലാഷ്, എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനുശേഷം താങ്കൾ ചോദിച്ച ഈ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. ഒന്നാമതായി, എന്തുകൊണ്ടാണ് സീതാറാം യെച്ചൂരി ഇന്ന് ഇത്തരത്തിലുള്ള ഒരു നിലപാട് പറഞ്ഞത്? ഞാൻ മനസ്സിലാക്കുന്നത് സീതാറാം യെച്ചൂരിക്ക് കേരളത്തിൽ പിണറായി വിജയനേക്കാൾ, കോടിയേരി ബാലകൃഷ്ണനേക്കാൾ, VS അച്യുതാനന്ദനേക്കാൾ കുറച്ചുകൂടി വിവരമുണ്ട്. അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കേരളത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ്, വിജയിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല എന്ന് CPM നേതാക്കന്മാരുടെ മുഖത്തടിച്ച് വർത്താനം പറഞ്ഞത് ചാനലുകളിലും പത്രങ്ങളിലും എല്ലാം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. എന്ന് വെച്ചാൽ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം, കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെ സംബന്ധിച്ചറിയാം. ഇവിടെ ബാർ മുതലാളിമാരുമായി കച്ചവടം ഉറപ്പിച്ച് വരാനിരിക്കുന്ന ഗവൺമെന്റ് LDF-ന്റേതാണ് എങ്കിൽ നിങ്ങളുടെ ബാറുകൾ മുഴുവൻ തുറന്നു നൽകാം എന്ന് വാഗ്ദാനം ചെയ്ത ഇടത് നേതാക്കന്മാർ ഒരു വശത്ത് നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് ജാള്യതയുണ്ട്. ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചപ്പോൾ ആ നാൽക്കവലകളിലെല്ലാം പ്രചരണവുമായി കടന്നു പോകുമ്പോൾ ഈ മദ്യനയം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബാറുകൾ തുറന്നു കൊടുക്കുന്ന മുന്നണിക്കാണോ ബാറുകൾ അടച്ചുപൂട്ടിയ മുന്നണിക്കാണോ വോട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ തന്നെ മറുപടി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ CPM ഇന്ന് ഇരുട്ടിൽ തപ്പുകയാണ്. അപ്പോൾ ഇതല്ലാതെ മറ്റു മാർഗമില്ല. അതിനപ്പുറത്ത് ഒരു സമഗ്രമായ നയമൊന്നുമല്ല ഇന്ന് സീതാറാം യെച്ചൂരി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒരു കാര്യത്തിൽ ഞങ്ങൾ അഭിമാനിക്കുക. കാരണം ഐക്യജനാധിപത്യ മുന്നണി എല്ലാ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ മാനിഫെസ്റ്റോ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ മദ്യ നിരോധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇവിടെ സമ്പത്ത് പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഭരണഘടന മദ്യപന്മാരെ പുറത്താക്കുമെന്നൊക്കെ. ഞങ്ങളുടെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായ അന്ന് മുതൽ മദ്യ നിരോധനത്തിന് വേണ്ടി, മദ്യവർധനത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ള ചരിത്രമുണ്ട്, മഹാത്മാഗാന്ധിയുടെ കാലഘട്ടം മുതൽ. അപ്പോൾ ഈ പാർട്ടി എല്ലാ കാലത്തും എല്ലാ തെരഞ്ഞെടുപ്പിലും മാനിഫെസ്റ്റോ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട അധ്യായം മദ്യ നിരോധനവുമായി ബന്ധപ്പെട്ട, അപ്പോൾ ശ്രീ K കരുണാകരന്റെ കാലഘട്ടത്തിൽ, ശ്രീ AK ആന്റണിയുടെ കാലഘട്ടത്തിൽ, ഇപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും പകൽ പോലെ വ്യക്തമാണ്. മറിച്ച് LDF എന്ത് ചെയ്തു? ഇപ്പൊ ഒരു മദ്യവർധനത്തെ കുറിച്ച് പറയുന്നുണ്ടോ? ഇവർ എന്താണ് ചെയ്തിട്ടുള്ളത്? ഒന്നും ചെയ്തിട്ടില്ല. 2006 മുതൽ 2011 വരെ ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് ഇനി താങ്കൾ വരൂ. കേരളത്തിൽ മദ്യലഭ്യതയോ കച്ചവടമോ കുറഞ്ഞിട്ടുണ്ടോ? ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് താങ്കൾക്ക് ഓർമ്മയിലുണ്ടാകുമല്ലോ. ഇത്രയും വിദേശ മദ്യം കിട്ടുന്ന സ്ഥലങ്ങൾ തുറന്ന് പ്രവർത്തിക്കുകയാണ് കേരളത്തിൽ. 9:30 മണി വരെ മറ്റുള്ളവർ പറയുന്നത് ഞാൻ കേട്ടിരിക്കുകയാണ്. ഇവിടെ സമ്പത്ത് പറഞ്ഞ ചില കാര്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാനുണ്ട്. കാരണം ഇവിടെ വളരെ കൃത്യമാണ്. ഞാൻ പറയുന്നു, ഇവിടെ ഈ ഗവൺമെന്റ് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ പ്രഖ്യാപിച്ച നയമൊന്നുമല്ല. അദ്ദേഹം ഇവിടെ ചക്രത്തി പോരാട്ടം എന്നൊക്കെ പറഞ്ഞു. ഒരു ചക്രത്തി പോരാട്ടമല്ല. ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കി. ഇവിടെ ആത്മാർത്ഥതയോടുകൂടി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. 730 ബാറുകൾ അടച്ചുപൂട്ടുമ്പോൾ ഘട്ടം ഘട്ടമായി മദ്യ നിരോധനം നടപ്പിലാക്കാനുള്ള ഒന്നാമത്തെ ചുവടുവയ്പ്. ബിവറേജസ് ഔട്ട്ലെറ്റുകളെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ, 10% വീതം ബിവറേജസ് ഔട്ട്ലെറ്റുകൾ പൂട്ടിക്കൊണ്ടിരിക്കുക. ഈ ഗവൺമെന്റ് ഒരെണ്ണം പോലും പുതുതായിട്ട് തുടങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയാം. എന്ത് പ്രയോജനം ഉണ്ടായി എന്ന് താങ്കൾ ചോദിച്ചല്ലോ. ഇടതുപക്ഷം പറഞ്ഞിരുന്നത് എന്താ? ഈ നയത്തെ ഒരിക്കലും അവർ സപ്പോർട്ട് ചെയ്തിട്ടില്ല. സുപ്രീം കോടതി ഈ നയം അംഗീകരിച്ചപ്പോഴും ഇവിടെ അച്യുതാനന്ദനോ പിണറായി വിജയനോ കോടിയേരി ബാലകൃഷ്ണനോ സ്വാഗതം ചെയ്തില്ല. ഈ മദ്യനയം സംബന്ധിച്ച് വിശദീകരിച്ചതിന്റെ പിറ്റേന്ന് തന്നെ അന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഞങ്ങൾ ഈ മദ്യനയത്തെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞതാണ്. താങ്കളുടെ ഓർമ്മക്കുറവായിരിക്കും. ഞാൻ ചോദിക്കുന്നത് ഇതുകൊണ്ട് എന്ത് ഫലമുണ്ടായി എന്നാണ്. നോക്കൂ കണക്കുകൾ. 1537 കോടി രൂപയുടെ വർധനയാണ് ഈ മദ്യനയം നടപ്പാക്കിയതിന് ശേഷം 15-16 സാമ്പത്തിക വർഷം മദ്യക്കച്ചവടത്തിൽ ഉണ്ടായിരിക്കുന്നത്. നികുതി ഇനത്തിൽ 857 കോടി രൂപ സർക്കാരിന് അധികം കിട്ടുകയാണ്. അതല്ലാതെ ഭയപ്പെട്ടതുപോലെ നികുതി വരുമാനം കുറയുകയല്ല ചെയ്തത്. 40 ലക്ഷം കേസ് വിദേശ മദ്യമാണ് അധികം വിറ്റത്. അതായത് 4.77 കോടി ഫുൾ ബോട്ടിൽ അധികം വിറ്റു കഴിഞ്ഞ സാമ്പത്തിക വർഷം. അങ്ങനെയല്ല. ബാറുകൾ അടച്ചു പൂട്ടപ്പെടുമ്പോൾ ബിവറേജസ് ഔട്ട്ലെറ്റിൽ കച്ചവടം കൂടും. സ്വാഭാവികമല്ലേ അത്? അപ്പോൾ ബിവറേജസ് ഔട്ട്ലെറ്റിൽ മുൻപുണ്ടായിരുന്നതിനേക്കാൾ കാരണം മദ്യ വിൽപ്പനയ്ക്കുള്ള ഏക സോഴ്സ് എന്ന് പറയുന്നത് ബിവറേജസ് ഔട്ട്ലെറ്റാണ്. അപ്പോൾ അവിടുത്തെ കച്ചവടം കൂടും. പക്ഷേ 10% വീതം ബിവറേജസ് ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു വശത്ത് മദ്യവർധനത്തിന് വേണ്ടുന്നതായ ക്യാമ്പയിനിങ് അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നു. പ്രതിവർഷം 2 കോടി രൂപ ഈ മദ്യവർധനത്തിന് വേണ്ടി ക്യാമ്പയിനിങ്ങിന് വേണ്ടി ഈ ഗവൺമെന്റ് വകയിരുത്തിയിരിക്കുന്നു. ജോയിന്റ് കമ്മീഷണറുടെ കീഴിൽ പുതിയ തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ മദ്യവർധനം 20% ബെവ്കോ ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടി. ഒരു ഭാഗത്ത് 730 ബാറുകൾ വീര്യം കൂടിയ മദ്യം വിളമ്പുന്നത് നിർത്തലാക്കി ഈ സർക്കാർ.
നമ്മൾ ഈ നയത്തിൻ്റെ കണക്കെടുപ്പാണ് നടത്തുന്നത് എങ്കിൽ കേരളത്തിലെ മദ്യവിൽപ്പന കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. 40 ലക്ഷം കേസ് വിദേശ മദ്യം കഴിഞ്ഞ സാമ്പത്തിക വർഷം അധികം വിറ്റിരിക്കുന്നു എന്ന് മാത്രമല്ല അതിലെ വരുമാനം 1537 കോടിയുടെ വർധനവ് കാണിച്ചു. നികുതി വരുമാനത്തിലെ 887 കോടിയുടെ വർധനവ് കാണിച്ചു. ഈ പറയുന്ന ശ്രമം കൊണ്ട് ഒന്നും നടന്നില്ലല്ലോ. അങ്ങനെ അംഗീകരിക്കാനാവില്ല. കാരണം ബാറുകൾ 730 ബാറുകൾ അടച്ചുപൂട്ടിയത്, 730 ബാറുകൾ അടച്ചുപൂട്ടുമ്പോൾ മദ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏക സോഴ്സ് ബ്യൂറേസ് ഔട്ട്ലെറ്റ് ആണെന്ന്. അപ്പൊ അവിടുത്തെ കച്ചവടം കൂടിയതിന് തെറ്റു പറയാനൊക്കുവോ? അപ്പൊ ആ മദ്യവിൽപ്പന സർക്കാരിന് കൂടിയിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഉപയോഗം വർദ്ധിച്ചു എന്ന് പറയാനാവുമോ? ഞാൻ സൂചിപ്പിച്ചു വരുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട പോയിന്റാ. അതായത് ഇവിടെ ഈ മദ്യനയം കൊണ്ട് ഒരു നേട്ടവും ഉണ്ടാകില്ല എന്നാണ് ഇടതുപക്ഷം പ്രചരിപ്പിച്ചത്. ഒന്നാമതായി അവർ പറഞ്ഞു മദ്യ ദുരന്തം ഉണ്ടാകുമെന്ന്. ഇവിടെ മദ്യ ദുരന്തം ഉണ്ടായോ? ഇല്ല, ഞാൻ ആ പോയിന്റിലേക്ക് മടങ്ങി വരാം. അതിന് ഇടതുപക്ഷത്തിന്റെ പ്രതികരണം ആവശ്യമുണ്ട്. ശ്രീ എ സമ്പത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു മദ്യനയം രൂപീകരിച്ച് അതിന്റെ മെറിറ്റ് എന്തായാലും അതെങ്ങനെ രൂപം കൊണ്ടതായാലും ഒരു മദ്യനയം രൂപീകരിച്ചത് നടപ്പാക്കാൻ കഴിഞ്ഞു ഈ സർക്കാരിനെ സംബന്ധിച്ച് 2 വർഷം. അവർക്കതൊരു ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായി മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞു. ഇവിടെ ശ്രീ ഡീൻ കുര്യാക്കോസ് സൂചിപ്പിച്ചല്ലോ, കേരളത്തിലെ നേതാക്കളെക്കാൾ ബുദ്ധിയുണ്ട് സീതാറാം യെച്ചൂരിക്കെന്ന്. നമ്മൾ പ്രായോഗിക ബുദ്ധി എടുത്താൽ ആളുകൾ, സാധാരണ ജനങ്ങൾ ഈ മദ്യവർജനം, മദ്യനിരോധനം തുടങ്ങിയ വാക്കുകളുടെ അർത്ഥവ്യത്യാസം നോക്കിയിരിക്കുന്നവരല്ല. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിവാദമുണ്ടാക്കി. ഇലക്ഷൻ ക്യാമ്പയിൻ ഇതിൽ കേന്ദ്രീകരിക്കാൻ വളരെ വിജയകരമായി UDF-ന് കഴിഞ്ഞ ഘട്ടത്തിലാണ് ഡൽഹിയിൽ നിന്ന് സീതാറാം യെച്ചൂരിക്ക് ഒരു നയവ്യക്തത വരുത്തേണ്ടി വന്നത്. അത് കേരളത്തിലെ നേതാക്കൾക്ക് കാര്യങ്ങൾ ശരിയാവണ്ണം ഇതാണ് തെരഞ്ഞെടുപ്പ് സാഹചര്യമെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയതുകൊണ്ടല്ലേ? ഇവിടെ ഈ തെരഞ്ഞെടുപ്പിലെ നിരവധി വിഷയങ്ങൾ KCBCയുടെ ബഹുമാനപ്പെട്ട പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട നിരവധി വിഷയങ്ങൾ, അത് കുടിവെള്ളം മുതൽ വൈദ്യുതി ഉൾപ്പെടെ ഭൂമി ഉൾപ്പെടെ ഇവിടെ നാടിലെ വികസനത്തിൻ്റെ പേരിൽ നടത്തിയിട്ടുള്ള തീവട്ടിക്കൊള്ള ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ ചർച്ച ചെയ്യും. സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും രൂക്ഷമായി ചർച്ച നടക്കും. ഇവിടെ ഒരു കാര്യം, മദ്യത്തേക്കാൾ പ്രധാനം കുടിവെള്ളമാണ്, മദ്യത്തേക്കാൾ പ്രധാനം കിടപ്പാടമാണ്, മദ്യത്തേക്കാൾ പ്രധാനം ജനങ്ങളുടെ തൊഴിലാണ്, മദ്യത്തേക്കാൾ പ്രധാനം എന്നത് സ്ത്രീകളുടെ സുരക്ഷിതത്വമാണ്, മദ്യത്തേക്കാൾ പ്രധാനം വിദ്യാഭ്യാസ രംഗത്തെ വളർച്ചയാണ്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മദ്യത്തെ സംബന്ധിച്ച് ഇവിടെ UDF-ലെ ചില നേതാക്കളെല്ലാം പറഞ്ഞു വരുത്തുന്നുണ്ടാൽ തോന്നും കേരളത്തിൽ ഈ മദ്യം അങ്ങ് ആർക്കും കിട്ടാത്ത നിലയിലാക്കി എന്നുള്ളതാണ്. ഞാനിവിടെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, ഇവിടെ എൻ്റെ ചങ്ങാതി ശ്രീ ഡീൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് എന്നെക്കാൾ പ്രായം കുറവാണെങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ പേരിന് മുമ്പിൽ ഒരു ശ്രീ കൂടി ചേർത്ത് പറയുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മടിയിലിട്ട് പേരിട്ടതുപോലെയാണ് ശ്രീ VS അച്യുതാനന്ദനെ അദ്ദേഹം ഇങ്ങനെ വിളിച്ചത്. നല്ല കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ എല്ലാം ഒരു പിതാവിൻ്റെ പ്രായം അങ്ങനെ പരിഗണിക്കപ്പെടുന്ന ഒരു നേതാവിനെ കുറിച്ച് TV ചർച്ചയിൽ നമ്മൾ പേരെടുത്തൊക്കെ തന്നെ അങ്ങനെ പറയുന്നത് അത് അദ്ദേഹത്തിന് നല്ലത് തന്നെയാണ്, ഒരു കോൺഗ്രസിൻ്റെ സംസ്കാരത്തിന് ചേരുന്നത് തന്നെയാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാനായി ആഗ്രഹിക്കുകയാണ്. ഈ നേരത്തെ ഉള്ള സോക്കോൾഡ് ബാറുകളുടെ ബോർഡ് മാറി അവിടെ ഈ പറയുന്ന മദ്യം മറ്റ് വിധത്തിൽ നൽകുമ്പോൾ തന്നെ ഇവിടുത്തെ ആൽക്കഹോൾ കണ്ടന്റ് എത്രയാണ്? ബിയറിൻ്റെ ആൽക്കഹോൾ കണ്ടന്റ്, വൈനിൻ്റെ ആൽക്കഹോൾ കണ്ടന്റ്, പേര് കേൾക്കുമ്പോൾ വെറും ബിയർ എന്ന് തോന്നുകയും അത് ഈ കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ആൽക്കഹോൾ കണ്ടന്റ് അനുസരിച്ച് ശരീരത്തിൽ അതിൻ്റേതായ എല്ലാ പ്രത്യാഘാതവും ഉണ്ടാവുകയാണ്. നേരത്തെയും ബോണ്ടഡ് വെയർ ഹൗസിൽ നിന്നാണ് ഇവിടെ ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള ഈ 3 സ്റ്റാറോ 4 സ്റ്റാറോ 5 സ്റ്റാറോ ഇപ്പോഴും മദ്യം ലഭ്യമായിട്ടുള്ള 5 സ്റ്റാർ ഹോട്ടലുകളിലേക്കായാലും ലഭ്യമാകുന്നത്. അല്ലാതെ ആ ഹോട്ടലുകാർക്ക് നേരിട്ടെടുക്കാനായി കഴിയില്ല. എക്സൈസിൻ്റേതായിട്ടുള്ള അറിവും സമ്മതവും അവരുടേതായ ലൈസൻസോട് കൂടി മാത്രമേ ആ വിധത്തിൽ മദ്യം വാങ്ങി വെക്കാനായി കഴിയൂ. കേരളത്തിലെ നിയമം അനുസരിച്ച് 2 കുപ്പി ആ വിധത്തിൽ മദ്യം വാങ്ങി ഒരാൾ വെക്കുന്നത് പോലെയല്ല വിൽപ്പനയ്ക്കായി ഇങ്ങനെ മദ്യം വാങ്ങി വെക്കുന്നത്. ഇവിടെ ഇത്തരത്തിലാണ് എങ്കിൽ നേരത്തെയുള്ള 3 സ്റ്റാർ 4 സ്റ്റാർ ബാറുകൾ എന്ന് പേരിട്ട് വിളിച്ചിരുന്നത് അതാണ് അടച്ചുപൂട്ടപ്പെട്ടത് എങ്കിൽ അതുകൊണ്ടാണ് ഈ മദ്യോപഭോഗം കൂടിയതെന്ന് പറഞ്ഞാൽ നേരത്തെ കേരളത്തിൽ വിൽപ്പന നടത്തിയിരുന്നത് എത്ര കേസ് മദ്യമാണ്? ഒരു ചോദ്യം. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വർഷത്തിലെ കണക്ക്, സർക്കാരിൻ്റെ കണക്കനുസരിച്ച് എത്ര കേസ് മദ്യമാണ്? മറുപടി പറയേണ്ടത് UDF-ന്റെ സോക്കോൾഡ് നയം, ഇല്ലാത്ത നയം, ആ നടപടികൾ മാത്രമാണ്. ആ നടപടികൾ ഞാനിപ്പോഴും ആവർത്തിക്കുന്നു. മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, KCCയുടെ പ്രസിഡന്റ് ശ്രീ രണ്ടാമത്തെ കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളിൽ നിന്നാണ് ഈ പണം ഈ വിധത്തിലേക്ക് എത്തിയിട്ടുള്ളത്. 1537 കോടി രൂപയുടെ വർധനവ് എന്ന് മാത്രമല്ല മറ്റ് വിഷയങ്ങൾ കൂടിയുണ്ട്. ഇവിടെ വ്യാജമദ്യം ദുരന്തമായി ഉണ്ടായിട്ടില്ല, ശരിയാണ്.
ഭാഗ്യവശാൽ. പക്ഷേ ഈ വ്യാജമദ്യം ഉണ്ടാക്കുന്നത് കൂടിയിട്ടുണ്ടല്ലോ. മൂവാറ്റുപുഴയിൽ കഴിഞ്ഞ ദിവസം താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും, വലിയ ഒരു വ്യാജമദ്യ ശേഖരമാണ് പിടിച്ചത്. അതായത് വലിയ ബ്രാൻഡുകളുടെ പേരിൽ വ്യാജമായ മദ്യമുണ്ടാക്കി കുപ്പികളിൽ അടച്ച് വിൽക്കുന്ന രീതിയാണ് അവിടെ. വ്യാജമദ്യം കഴിഞ്ഞ വർഷം പിടിച്ച കേസ് മാത്രം 38,228 ലിറ്റർ വ്യാജമദ്യം 2015-16 പിടിച്ചു. തൊട്ട് മുൻപത്തെ വർഷം അത് 10,064 ലിറ്റർ ആയിരുന്നു. അപ്പോൾ ഈ വ്യാജമദ്യത്തിൻ്റെ ഉണ്ടാക്കലും വിൽപ്പനയും കൂടുന്നുണ്ട്. കഞ്ചാവ് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പനയും മറ്റു കാര്യങ്ങളും കൂടുന്നുണ്ട്. ഇതൊക്കെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളാണ്. അത് ഉൾക്കൊള്ളാതെ മുൻപോട്ട് പോകാൻ സാധിക്കുമോ? അതായത് ഒരു 2 മിനിറ്റ് സമയം തരണം. അതായത് ഈ മദ്യനയം തീർത്തും പരാജയമായിരിക്കും എന്ന് വിമർശകർ വിമർശനം ഉന്നയിച്ചപ്പോൾ മദ്യനയത്തിൻ്റെ ഇമ്പാക്റ്റിനെ സംബന്ധിച്ച് ഇതിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് പരിശോധിച്ച് കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഗവൺമെൻറ് ചുമതലപ്പെടുത്തി. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പഠനം ഇതിൻ്റെ സാമൂഹ്യ വശങ്ങളെല്ലാം സംബന്ധിച്ച് കൃത്യമായ സർവേ അടക്കം നടപ്പിലാക്കിക്കൊണ്ട് അതിൻ്റെ പഠനം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഞാൻ കൃത്യമായി അന്വേഷിച്ചു. കാരണം ഇതൊരു വിവാദ വിഷയമായതുകൊണ്ട് കൃത്യമായി ഇതിൻ്റെ ഇമ്പാക്റ്റിനെ സംബന്ധിച്ച് അറിയണം. അപ്പോൾ 5 മേഖലകളായി തിരിച്ച് അവർ പഠനം നടത്തി. 1, ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും. 2, ടൂറിസം മേഖലയിൽ ഇത് എങ്ങനെ എഫക്റ്റ് ചെയ്യും. 3, ലേബർ പ്രോബ്ലം, അതായത് തൊഴിൽ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പഠനം നടത്തുന്നു. 4, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് പഠനം നടത്തുന്നു. 5, ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് പഠനം നടത്തുന്നു. ഇതിൽ വളരെ കൃത്യമായി ലോ ആൻഡ് ഓർഡർ രംഗത്ത് എന്ത് ഫലം കിട്ടിയെന്നല്ലേ ചോദ്യം. ഗാർഹിക പീഡനത്തിനെ സംബന്ധിച്ചുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ എത്രമാത്രം കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷിച്ചു നോക്കുക. അയൽപക്കക്കാർ തമ്മിലുള്ള തർക്കങ്ങൾ ഇന്ന് കുറഞ്ഞിരിക്കുന്നു, അന്വേഷിച്ചു നോക്കുക. പത്രമാധ്യമങ്ങളിൽ എത്രത്തോളം ആക്സിഡന്റുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഓരോ ഉത്സവ ദിവസങ്ങളിൽ ന്യൂ ഇയറിനും അതുപോലെ ക്രിസ്മസിനും ഓണത്തിനും ഇനി വരാനിരിക്കുന്ന വിഷുവിനും ഒക്കെ ഉണ്ടാകുന്ന ചെറുപ്പക്കാർ, എത്രയോ ചെറുപ്പക്കാർ ആക്സിഡന്റിന് ഇരയായിക്കൊണ്ടിരുന്നു. അതിനൊക്കെ കുറവ് വന്നിരിക്കുന്നു. ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാനാകുമോ? അപ്പൊ എന്ന് മാത്രമല്ല ഓരോ കാര്യങ്ങളിലും ഇപ്പൊ ആരോഗ്യ മേഖലയിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം കേരളത്തെ സംബന്ധിച്ച് ഇതൊരു സാമൂഹ്യ വിപത്ത. ഇവിടെ സമ്പത്ത്, എനിക്ക് അദ്ദേഹത്തെ വളരെ ബഹുമാനമുണ്ട്, അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള നേതാവ്. ഞാൻ ചോദിക്കട്ടെ, മദ്യം ഒരു പ്രശ്നമല്ല എന്ന് അദ്ദേഹം പറയുന്നത്. കേരളം എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്ത് മദ്യത്തിന്റെ ഉപഭോഗത്തിൽ എത്രമാത്രം ദുരന്ത സമാനമായ സാഹചര്യത്തെ അഭിമുഖീകരിച്ചു എന്ന് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആരോഗ്യ മേഖലയിലടക്കം ദീർഘകാല അടിസ്ഥാനത്തിൽ നമുക്കുണ്ടായിട്ടുള്ള ഗുണപരമായ മാറ്റങ്ങളെ സംബന്ധിച്ച് കണ്ടില്ല എന്ന് നടിക്കാനാവുമോ? അതുപോലെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ടൂറിസം രംഗത്ത് പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യാതൊരു തരത്തിലുമുള്ള ഇവിടെ ചില കോൺഫറൻസുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ചില കോൺഫറൻസുകളിലൊക്കെ കുറച്ച് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതിന് അപ്പുറത്ത് സഞ്ചാരികളുടെ എണ്ണത്തിൽ യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. ശരി, അതുപോലെ ആരോഗ്യ മേഖല. ശ്രീമതി സാറാ ജോസഫ്, ഈ മദ്യനയത്തിന്റെ ഈ വിശദീകരിക്കുന്ന ഗുണപരമായ വശങ്ങൾ ഉണ്ടല്ലോ. LDF അധികാരത്തിൽ വരികയാണ് എങ്കിൽ ഘട്ടം ഘട്ടമായി മദ്യലഭ്യത കുറയ്ക്കാനുള്ള ശാസ്ത്രീയമായ ഒരു നയം ആവിഷ്കരിക്കും എന്നാണ് ആ മുന്നണിയുടെ നേതാക്കൾ ഇന്നിപ്പോൾ കാനം രാജേന്ദ്രൻ വിശദീകരിക്കുകയുണ്ടായത്. അത്തരത്തിൽ കേരളത്തിൽ ഇനി ഏതെങ്കിലും തരത്തിൽ ബാറുകളിൽ വീര്യം കൂടിയ മദ്യം വിൽക്കുന്നത് ഏതെങ്കിലും ഒരു സർക്കാർ വന്നാൽ അനുവദിക്കുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമായ വിധത്തിലുള്ള ഒരു സാമൂഹ്യ സാഹചര്യം, ഒരു പൊതുബോധം ഇവിടെ വളർന്നു വന്നിട്ടില്ലേ? ഇനി ആഗ്രഹമുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു സർക്കാരിന് പഴയതുപോലെ ഈ ബാറുകളൊക്കെ അങ്ങ് തുറന്നു കൊടുക്കാൻ സാധിക്കുമോ? തുറന്നു കൊടുക്കാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പൂട്ടിക്കഴിഞ്ഞ് ബാറുകളിലെ അതിൻ്റെ ഫലം സത്യത്തിൽ ജനങ്ങൾ കുറച്ചൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കണക്കുകൾ സൂചിപ്പിച്ചനുസരിച്ച് മദ്യവിൽപ്പന കൂടിയിരിക്കുകയാണ്, അതിൽ നിന്നുള്ള വരുമാനം നികുതിയൊക്കെ കൂടിയിരിക്കുകയാണ്, ശരി തന്നെ. പക്ഷേ ഡീൻ പറഞ്ഞതിലും കുറച്ച് കാര്യമുണ്ട്. കാരണം ഗാർഹിക പീഡനത്തിൽ വളരെ വലിയ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളത് മദ്യവുമായി ബന്ധിപ്പിച്ച് തന്നെ നമ്മൾ കാണണം. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും സ്ത്രീകൾ പറയുന്നത് ഈ ബാറുകൾ പൂട്ടിയതിന് ശേഷം ആശ്വാസമുണ്ട് എന്നാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഡീനിൻ്റെ പാർട്ടി ചെയ്യുന്നത് എന്താ നമ്മളൊന്ന് നോക്കുക. വയനാട്ടിലും അട്ടപ്പാടിയിലും തായ്കുലം അമ്മമാര് മദ്യഷോപ്പ് പൂട്ടുന്നതിന് വേണ്ടി സമരം തുടങ്ങിയിട്ട് 70 ദിവസമായി. അവിടെ ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് ഒരു മദ്യഷാപ്പ് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അത് ആവശ്യമില്ല എന്ന് തന്നെയാണ് അർത്ഥം. ജനങ്ങളുടെ ആവശ്യപ്രകാരം അത് അപ്പം തന്നെ നിർത്തലാക്കണം. അതിന് ഇവർക്ക് സാധിക്കില്ല. ഇവർക്ക് 730 ബാറുകൾ പൂട്ടിയവര്. പക്ഷെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഏറ്റവും അധികം
വിഷമം അനുഭവിക്കുന്ന പ്രദേശത്ത് ഇത്തരത്തിലുള്ള മദ്യഷാപ്പുകൾക്കെതിരെ വരുന്ന സമരങ്ങളെയൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയാണ്. അവിടെ വിൽപ്പന തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ആദിവാസികളെ ചൂഷണം ചെയ്യാൻ മദ്യം ഉപയോഗിക്കുക എന്നുള്ളത് വളരെ വിദഗ്ധമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മദ്യലോബി. അവിടെ അമ്മമാര്, ആദിവാസി സ്ത്രീകൾ തെരുവിലിറങ്ങി സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് അവരെ അവിടുത്തെ പോലീസ് അടിക്കുകയും ഇടിക്കുകയും ചവിട്ടി മെതിച്ച് കടന്നു പോവുകയും ചെയ്തതിൻ്റെ ദിവസങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിലുണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെയുള്ള ആളുകൾ അട്ടപ്പാടിയിൽ നിന്ന് വയനാട്ടിലേക്ക് ഒരു യാത്ര സംഘടിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ മദ്യഷാപ്പുകൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ പൂട്ടി എന്ന് പറയുന്നതിൻ്റെ പിന്നിലൊക്കെ വ്യാജമായ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇനി വേറൊന്ന്, മദ്യം പൂർണ്ണമായിട്ട് നിരോധിക്കാൻ കഴിയുമോ കഴിയില്ലേ എന്നുള്ള ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഇതിനെ നമുക്ക് അഭിസംബോധന ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു സമൂഹത്തെ എങ്ങനെയാക്കി എടുത്തു ഇതുമാതിരി മദ്യസേവകന്മാരാക്കി എടുത്തു. അത് പുരുഷന്മാർ പോയിട്ട് സ്ത്രീകളും കുട്ടികളൊക്കെ അടക്കം സമൂഹത്തെ മുഴുവനും മദ്യത്തിൻ്റെയും ലഹരിയുടെയും ഉപഭോഗത്തിലേക്ക് തള്ളിവിട്ട ഭരണകൂടങ്ങളാണ് ഈ കടന്നുപോയതൊക്കെ. ഈ വന്ന LDF ആയാലും UDF ആയാലും ഇവർ മാറി മാറി ഭരിച്ചിട്ട് ഒരു സമൂഹത്തെ ഇന്ന് കാണുന്ന പതനത്തിലേക്ക് എത്തിച്ചു. ഇനി തിരിച്ച് ഈ സമൂഹത്തിന് നടക്കണമെങ്കിൽ കുറച്ചധികം സമയം വേണം. സമൂഹം സ്വയം തിരിച്ചറിഞ്ഞ് മദ്യം ഉപയോഗിക്കാതിരിക്കത്തക്ക വിധത്തിൽ ഒരു മദ്യവർജന നയം കൊണ്ടുവരാനൊന്നും പറഞ്ഞാൽ എളുപ്പമല്ല. ഇവിടെ ഫാദർ ജിമ്മി പൂച്ചക്കാട്ട്, ഇവിടെ KCBC ആഗ്രഹിക്കുന്ന മദ്യനയം ഇപ്പോൾ UDF സർക്കാർ നടപ്പാക്കുന്ന മദ്യനയം തന്നെയാണോ? ഈ നയത്തിന് ഒരു തുടർച്ച വേണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ അറ്റ് പ്രസന്റ് ഞാൻ നേരത്തെ കണക്ക് സൂചിപ്പിക്കുകയുണ്ടായി. 29 പഞ്ചനക്ഷത്ര ബാറുകൾ, 813 ബിയർ ആൻഡ് വൈൻ പാർലറുകൾ, 268 ബെവ്കോ ഔട്ട്ലെറ്റുകൾ, 38 കൺസ്യൂമർ ഫുഡ് ഷോപ്പുകൾ, 33 ക്ലബ്ബുകൾ. ഇവർ മദ്യം വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ദിവസം. ഒരു പക്ഷേ അടുത്ത വർഷം കുറച്ചുകൂടി കുറയുമായിരിക്കും. ഇതിങ്ങനെ പതുക്കെ കുറച്ചു കൊണ്ടുവരിക, എന്നിട്ട് ഈ വിഭാവനം ചെയ്യുന്നത് പോലെ പൂർണ്ണമായും നിർത്തലാക്കുക എന്നുള്ള നയമാണോ ഏറ്റവും ഉദാത്തം നിങ്ങളുടെ കാഴ്ചപ്പാടിൽ? ഇതിൻ്റെ ശരിയും തെറ്റിനെ പറ്റി പറയുന്നതിന് മുൻപ് തന്നെ വളരെ വ്യക്തമായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇവർ ജനങ്ങളുടെ മുൻപിൽ വയ്ക്കുന്ന കൃത്യതയുള്ള നയം എന്താണ് എന്നാണ് നമ്മൾ അറിയേണ്ടത്. UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യതയോടെ അവരൊരു നയം വയ്ക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കത്തോലിക്കാ സഭ ഉയർത്തിയിരുന്നൊരു ചോദ്യം അതായിരുന്നു, LDFന്റെ നയം എന്താണ് എന്നുള്ളത്. ഇന്ന് അതിനൊരു ക്ലാരിറ്റി വരുന്നുണ്ട്. ഈ രണ്ട് നയങ്ങളും പൂർണ്ണമായും ശരിയാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇപ്പോൾ ഇവിടെ നടക്കുന്ന മദ്യനയത്തെ സംബന്ധിച്ചിടത്തോളം UDF പറയുന്നുണ്ട് 10% വീതം ബിവറേജ് ഔട്ട്ലെറ്റുകൾ ഓരോ വർഷവും നിർത്തലാക്കിക്കൊണ്ടിരിക്കും എന്ന്. അതിനെപ്പറ്റി LDFന്റെയോ അല്ലെങ്കിൽ മറ്റു മുന്നണികളുടെ അഭിപ്രായം എന്താണ്? ഈ 820 ബാറുകൾ, ബിയർ വൈൻ പാർലറുകൾ ഇവിടെ വരുന്നു. ഇതിന്റെ കണക്ക് വന്നു കഴിഞ്ഞപ്പോൾ ബിയറിന്റെയും വൈനിന്റെയും ഉപഭോഗം കൂടുകയും മൊത്തമായിട്ടുള്ള ആൽക്കഹോളിന്റെ ഉപയോഗത്തെ പറ്റി നോക്കുമ്പോൾ അല്പം കുറവ് പോലെ തോന്നുകയും ചെയ്യുന്ന ഒരു കണക്ക് അവതരിപ്പിക്കപ്പെട്ടു. അപ്പൊ ഇതിനെപ്പറ്റി UDF ഗവൺമെന്റിന്റെ എന്താണ് അവർക്ക് പറയാനുള്ളത്? ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ വയ്ക്കുക. എനിക്ക് തോന്നുന്നു ഈ മദ്യത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ മദ്യനയത്തെ സംബന്ധിച്ചുള്ള ചർച്ചയേക്കാൾ ഉപരി അവർക്ക് എന്താണ് ഞങ്ങളുടെ മുൻപിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ മുൻപിൽ വെക്കാനുള്ളത്. കാരണം മദ്യനിരോധനവും മദ്യവർജനവും സഭ എല്ലാ കാലത്തും നടത്തിക്കൊണ്ടിരുന്ന സംഗതികളാണ്. ഇന്നും കുട്ടികൾക്കും യുവജനങ്ങൾക്കും പ്രായമായവർക്കും മറ്റെല്ലാവർക്കും മദ്യവർജനം എന്ന് പറയുന്ന രീതിയിലൂടെ ബോധവൽക്കരണത്തിലൂടെ അതിനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് പൂർണ്ണമായും പ്രായോഗികമല്ല എന്ന് കാണുമ്പോഴാണ് മദ്യനിരോധനം എന്ന അവസ്ഥയിലേക്ക് പോകണം എന്ന് ശക്തമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നത്. ഒരുപക്ഷെ നമ്മുടെ ബീഹാർ കഴിഞ്ഞ ദിവസം മദ്യനിരോധനം പ്രഖ്യാപിച്ച് നടപ്പാക്കുന്നു. തമിഴ്നാട്ടിൽ ഉയർന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം കേരള മോഡൽ മദ്യനിരോധനം വേണം എന്നാണ്. ഇങ്ങനെ കേരളത്തെ മാതൃകയാക്കി മറ്റ് സംസ്ഥാനങ്ങളിൽ മദ്യം നിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വേറൊരു സർക്കാർ വന്നാലും ഈ നയത്തിന് അല്പം ഭേദഗതികളോടുകൂടിയുള്ള തുടർച്ചയല്ലാതെ സമ്പൂർണ്ണമായി ഈ നയം നിരാകരിക്കുന്ന വിധത്തിൽ ഉള്ള ഒരു ടേൺ അസാധ്യമാണ് എന്ന ബോധ്യം നിങ്ങൾ ബാർ ഉടമകളെ സംബന്ധിച്ചുമുണ്ടോ? തീർച്ചയായും ഇത് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ഇതിന്റെ അമിതമായ നിയന്ത്രണം വരണമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതാണല്ലോ കേരളത്തിൽ തന്നെ അട്ടപ്പാടിയിൽ എന്താണ് നമ്മൾ അവിടുത്തെ സാക്ഷരതയും അവിടുത്തെ ഭൂഘടനയും അനുസരിച്ചാണ് അട്ടപ്പാടിയിലെ മദ്യനിരോധനം നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ ആകമാനം അങ്ങനെ ചെയ്യാൻ പറ്റും. എറണാകുളം ജില്ല പോലെ ഇങ്ങനെ വികസിതമായി കിടക്കുന്ന ജില്ലകളിലൊന്നും ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ആളുകളെ നിയന്ത്രിക്കുക എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഇതിന്റെ അമിത ഉപയോഗം നിയന്ത്രിക്കുക തന്നെ വേണം.
അത് ഇലക്ഷന് മുൻനിർത്തി, ബീഹാറിലെ ഇലക്ഷൻ ക്യാമ്പയിൻ അത് അങ്ങനെ ഇലക്ഷന് വേണ്ടി ഇതിൽ തൊട്ടാൽ യാതൊരു പ്രയോജനവും കിട്ടിയില്ലെന്നുള്ളതിന് ഒരു സംശയവും വേണ്ടെന്ന് എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. അല്ലാതെ തന്നെ ആ ബോധവൽക്കരണത്തിൽ കൂടെ ഇവിടെ ബോധവൽക്കരണം എന്നുള്ളതാണ് താങ്കൾ മുന്നോട്ട് വെക്കുന്നത്. ശ്രീ എ സമ്പത്ത്, ഇവിടെ ഇടതു മുന്നണിയുടെ മദ്യനയം വിശദീകരിക്കുമ്പോൾ ഞങ്ങൾ മദ്യനിരോധനത്തിനല്ല മദ്യവർജനത്തിനാണ് പ്രാമുഖ്യം കൊടുക്കുന്നത് എന്നുള്ളതാണ് വാദം. മദ്യവർജനമാണ് ഞങ്ങളുടെ നയം എന്നുള്ളതാണ് വാദം. പക്ഷേ എന്താണ് ഈ മദ്യവർജനം എന്നുള്ളത് വിശദീകരിക്കപ്പെടുന്നില്ല. ശരിയാണ്, പാർട്ടി അംഗങ്ങളോട് മദ്യപിക്കരുത്, മദ്യപിച്ചാൽ നടപടിയെടുക്കും എന്ന് പറയാം. പക്ഷേ പൊതുസമൂഹത്തോടോ ക്യാമ്പയിൻ നടത്തും എന്ന് പറയാം. അതിനപ്പുറം എന്താണ്? ഇവിടെ ഇപ്പോൾ KCBC ചോദിക്കുകയുണ്ടായി, ഓരോ കാര്യങ്ങളിലും LDFന്റെ നയം എന്താണ്, നിലപാട് എന്താണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് വ്യക്തമാക്കേണ്ടി വരില്ലേ? അതായത് ഇപ്പോൾ ഓരോ വർഷവും 10% വീതം ബെവ്കോ ഔട്ട്ലെറ്റുകൾ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. LDF അധികാരത്തിലെത്തിയാലും അത് തുടരുമോ? ഈ ബാറുകളുടെ കാര്യത്തിൽ ലൈസൻസ് പുതുക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടി എങ്ങനെയാണ്? 3 സ്റ്റാർ 4 സ്റ്റാർ തുടങ്ങിയ ഉയർന്ന കാറ്റഗറികളെ സംബന്ധിച്ച് എന്തെങ്കിലും ഇളവ് കൊടുക്കുമോ? ഇങ്ങനെ പൂർണ്ണമായും എന്താണ് ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ മദ്യവിഷയത്തിൽ ചെയ്യുന്നത് എന്ന വ്യക്തത വരുത്തേണ്ടി വരില്ലേ? നിശ്ചയമായും ഇത്തരം കാര്യങ്ങളിൽ ഇത് മദ്യത്തിൻ്റെ ഉപഭോഗം കുറച്ചുകൊണ്ട് വരിക എന്നുള്ള കാര്യത്തിൽ മദ്യവർജനം എന്ന സമീപനം അത് നയമായി സ്വീകരിക്കുന്നത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം. നമ്മുടെ നാട്ടിലിപ്പോൾ പുകവലി ശീലം വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. പുകവലി ശീലം കുറഞ്ഞു എന്നുള്ളത് അത് വാസ്തവത്തിൽ പുകവലിക്കുന്നത് തൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാണെന്നും തന്നോടൊപ്പം ജീവിക്കുന്നവർക്ക് പാസീവ് സ്മോക്കറായി കുട്ടികളടക്കം ആ വിധത്തിൽ അവർ അതിൻ്റെ ദുരന്തഫലം അനുഭവിക്കേണ്ടി വരുമെന്നും വളരെ പാവപ്പെട്ടവർക്ക് പോലും അങ്ങനെ ബോധ്യമാകുന്ന നിലയിലേക്ക് അങ്ങനെ അത് ഡോക്ടർമാരുടെ സേവനവും മാധ്യമങ്ങളുടെ സേവനവും പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരുടെയും ട്രേഡ് യൂണിയനുകളുടെയും അതുപോലെ തന്നെ സാമുദായിക സംഘടനകളുടെയും സന്നദ്ധ സംഘടന എല്ലാ പ്രവർത്തനവും അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്താ നമ്മൾ കുട്ടിക്കാലത്ത്, താങ്കളുടെ കുട്ടിക്കാലത്ത്, എൻ്റെ കുട്ടിക്കാലത്ത്, ഡീനിൻ്റെ കുട്ടിക്കാലത്ത് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. മുമ്പ് വിവാഹ ചടങ്ങുകളിൽ അവർ ഏത് ജാതിയിലും മതത്തിലുമുള്ളവരാകട്ടെ ഒരു വിവാഹത്തിൻ്റെ നിശ്ചയ ചടങ്ങിൽ അവിടെ പുകവലി അത് ഹാനികരമാണ്, കുട്ടികൾ പുകവലിക്കാൻ പാടില്ല, കുട്ടികളാണ് അവിടെ സിഗരറ്റും ബീഡിയും അതുപോലെ മുറുക്കാനുമെല്ലാം ഈ വെറ്റില ഉൾപ്പെടെ പുകയില ഉൾപ്പെടെ മുതിർന്ന ആളുകൾക്ക് കൊണ്ടു കൊടുക്കുന്നത് ഇന്ന് ഈ ചായയും കാപ്പിയും കൊണ്ടു കൊടുക്കുന്നത് പോലെ കുട്ടികളാണ് കൊടുത്തിരുന്നത്. ഈ പുകവലിക്കാർക്ക് സമ്പന്നരായിട്ടുള്ളവരുടെ വീടുകളിൽ ചെല്ലുമ്പോൾ അത് ഫിൽറ്റർ സിഗരറ്റ് കൊണ്ടു കൊടുത്തുകൊണ്ടിരുന്നത് കുട്ടികളാണ്, ഒപ്പം ലൈറ്ററോ തീപ്പെട്ടിയോ കൊടുത്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് മാറി കുട്ടികളുടെ മുമ്പിൽ പുകവലിക്കില്ല എന്ന് മാത്രമല്ല 4 ആൾ കാണെ പുകവലിക്കാൻ പോലും ആളുകൾ മടിക്കുന്നൊരു നിലയിലേക്ക് പുകവലി ശീലക്കാർ കുറഞ്ഞു എന്നുള്ളത് നാം മനസ്സിലാക്കണം. നിയമം മൂലം അടിച്ചേൽപ്പിച്ച് റോഡിലെല്ലാം നിന്ന് പോലീസുകാരൻ എല്ലാവരെയും പുകവലിക്കാരെ പിടിച്ചുകൊണ്ട് പോയിട്ടല്ല അതുണ്ടായത്. രണ്ടാമത്തെ കാര്യം, ഇത് സമയച്ചുരുക്കം കൊണ്ടാണ്, നമുക്ക് വേണമെങ്കിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യാം. നിയമത്തിൽ എൻ്റെ ഡോക്ടറേറ്റ് മയക്കുമരുന്നുകളുമായി ബന്ധപ്പെട്ട നിയമത്തെ സംബന്ധിച്ചാണ്. ഞാൻ ഏതാണ്ട് ഒരു 9 വർഷക്കാലം ഇത് സംബന്ധിച്ച് പഠിച്ചയാളാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെടുന്നവരുടെ എണ്ണം കണക്കാക്കിയാൽ അങ്ങനെ വധശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെടുന്നവർ അങ്ങനെ ആ രാജ്യങ്ങളിൽ മയക്കുമരുന്നുകളുടെ കൈവശം വെച്ചത് അബദ്ധത്തിൽ അത് കൈവശം വന്നുപോയി മറ്റാരെങ്കിലും ഏൽപ്പിച്ചത് നിരപരാധികളായിരിക്കാം, കച്ചവടം നടത്തിയവർ, ഉൽപ്പാദന വിതരണം രംഗത്ത് ശൃംഖലകളിൽ കണ്ണികളാക്കപ്പെട്ടു പോയവർ ഒക്കെയാണ് എന്നുള്ളത് അറിയണം. വാസ്തവത്തിൽ മദ്യം ഈ വിധത്തിൽ മദ്യത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ഇന്നത്തെ കേരള കൗമുദി ദിനപത്രത്തിൽ ബീഹാറിൽ നൂറുകണക്കിന് ആളുകൾ ആശുപത്രികളിൽ ഈ വിധത്തിൽ ഇതിൻ്റെ വിഡ്രോയൽ സിംറ്റംസുമായി പ്രവേശിക്കപ്പെട്ടവരുടേതായിട്ടുള്ള സ്ഥിതിയുണ്ട്. കേരളത്തിൽ തന്നെ മദ്യം ലഭ്യമല്ല എന്ന് ഔദ്യോഗികമായി നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ പാവപ്പെട്ട ഈ ആദിവാസികളുടെ ഇടയിലേക്ക്, അമ്മമാരുടെ ഇടയിലേക്ക് പോലും ആ വിധത്തിൽ മദ്യം ലഭ്യമാക്കുന്ന നിലയിലേക്ക് അത് ഒരുപാട് മാനങ്ങളുള്ള വിഷയമാണ്. നമുക്ക് വിശദമായി പോകാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ശ്രീ ഡീൻ കുര്യാക്കോസ്, തെരഞ്ഞെടുപ്പ് ധാരാളം വിഷയങ്ങൾ ഉയർന്നു വരുന്ന ഒരു മേഖലയാണ്. അതിൽ ഈ മദ്യനയം, മദ്യനിരോധനം എന്ന വിഷയത്തിൽ മാത്രം കെട്ടിയിട്ടുള്ള ഒരു പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോവുകയും അതനുസരിച്ചുള്ള ഒരു അജണ്ട നിർമ്മിക്കുകയും ചെയ്യുക എന്നുള്ളത് UDFനെ സംബന്ധിച്ചുള്ള ഒരു വ്യാമോഹം മാത്രമല്ലേ? അല്ല, UDFനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത്. ആ നിലയിലാണ് ഇതിനെ കാണുന്നത്. മറ്റ് കാര്യങ്ങൾ മറ്റ് വശത്ത് വികസന കാര്യങ്ങൾ ഉൾപ്പെടെ നിൽക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, എനിക്ക് ഒരു മിനിറ്റ് സമയം കൂടി തരണം. കാരണം ഇവിടെ താങ്കൾ ഉൾപ്പെടെ ചോദിച്ച ഇവിടെ വ്യാജമദ്യ ലോബിയുമായി ബന്ധപ്പെട്ടും അതുപോലെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകളുടെ ഉപയോഗത്തെ സംബന്ധിച്ചും എനിക്കൊന്ന് മറുപടി പറയാനായിട്ടുണ്ട്. ഒന്ന്, വ്യാജമദ്യ ലോബി എന്ന് പറയുന്നത് എന്നും എക്കാലവും കേരളത്തിലുണ്ടായിരുന്നു.
അതിനെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി, അത് പെരുകാതിരിക്കുന്നതിന് വേണ്ടി കൃത്യമായ ഭരണകൂടത്തിന്റെ ഇടപെടലാണ് വേണ്ടത്. അത് കൃത്യമായി ഈ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകളുടെ ഉപയോഗം നമ്മളറിയണം. ഇവിടെ ഹാൻസ് ഉൾപ്പെടെ, പാൻപരാഗ് ഉൾപ്പെടെയുള്ള, ഗുഡ്ക ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ വളരെ സുലഭമായിരുന്നു, ഇപ്പോൾ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിലുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ വന്ന് പണിയെടുക്കുന്ന തൊഴിലാളികൾ ഉൾപ്പെടെ ഇത്തരം ഉൽപ്പന്നങ്ങൾ നിരോധിക്കുക വഴിയായി കഞ്ചാവ് ഉൾപ്പെടെ, മയക്കുമരുന്ന് ഉൾപ്പെടെ അതിൻ്റെ ഒക്കെ കാരിയേഴ്സായി മാറുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഇന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഒരു ഇടപെടൽ വേണം. അത് വളരെ കാര്യക്ഷമമായി ഈ ഗവൺമെന്റ് പരിശോധിച്ചിട്ടുണ്ട്. ഇവിടെ NDPS ആക്ട് അത് തിരുത്തണം എന്ന് വെച്ചാൽ ഈ മയക്കുമരുന്ന് ഉൾപ്പെടെ, കഞ്ചാവ് ഉൾപ്പെടെ ഒരു നിശ്ചിത അളവിന് അപ്പുറത്ത് കയ്യിൽ വെച്ചാൽ മാത്രമേ ജാമ്യം നിഷേധിക്കപ്പെടുകയുള്ളൂ എന്ന വ്യവസ്ഥ റദ്ദാക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ഈ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും അപ്പൊ അങ്ങനെ വരുന്ന ഗവൺമെന്റിനെ സംബന്ധിച്ച് ഈ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപഭോഗവും ലഭ്യതയും കുറയ്ക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റ് ആയിരിക്കും. അത് ഒരു സാമൂഹ്യ വിഷയത്തിനൊപ്പം ഒരു രാഷ്ട്രീയ വിഷയം കൂടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് ഈ സർക്കാർ രൂപീകരിച്ച, ഇപ്പോൾ നടപ്പാക്കുന്ന മദ്യനയമാവുകയും ചെയ്യും. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ഡീൻ കുര്യാക്കോസ്, ശ്രീ A. സമ്പത്ത്, ശ്രീമതി സാറ ജോസഫ്, ശ്രീ ബിനോയ്, ഫാദർ ജിമ്മി.